ഹായ് എവരിവൺ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു 10 മാജിക്കൽ ഹാബിറ്റിനെ കുറിച്ചാണ്. 10 മാന്ത്രിക ശീലങ്ങൾ. ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നാം നമ്മുടെ തലമുറയും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പോകുമെന്നുള്ളതാണ്. രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇരിപ്പിടമായി മാറില്ല എന്നുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് പ്രാക്ടീസ് ചെയ്താൽ വളരെ വളരെ വലിയ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്പർ 10 എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റെങ്കിലും പെർ ഡേ എന്ത് ചെയ്യണം, സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. പെർ ഡേ നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ കവർ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ 9000 സ്റ്റെപ്പ്. നമുക്കറിയാം മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും 2 വീലർ 4 വീലർ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ. നടന്നു പോകേണ്ട സ്ഥലങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, വാഹനങ്ങൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നടക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെർ ഡേ ഒരു 9000 സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ ഇന്ന് മുതലൊന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ 8 ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലേ. നമ്പർ 8 എന്ന് പറയുന്നത് 8 ഗ്ലാസ് ഓഫ് വാട്ടർ, മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പെർ ഡേ ഇൻടേക്ക് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് വാട്ടർ ഇൻടേക്ക് ചെയ്യണം പ്രോപ്പറായിട്ട്. അതുപോലെ നിങ്ങൾ മിനിമം നമ്മുടെ ഡീഹൈഡ്രേറ്റ് ആവാതെ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 8 ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങളുടെ തലമുറയും ഈ ഒരു ശീലം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു അതേ മെത്തേഡായിരിക്കും അവരുടെ ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും. അതുകൊണ്ട് നമ്മൾ നല്ല ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ റൂൾ നമ്പർ 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 എന്ന് പറയുന്നത് 7 hours സ്ലീപ്പ്. നമ്പർ 7 hours സ്ലീപ്പ്. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ മസ്റ്റ് ഉറങ്ങിയിരിക്കണം. ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്പർ 6 എന്തെന്ന് വെച്ചാൽ 6 മിനിറ്റ് മെഡിറ്റേഷൻ. 6 മിനിറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ധ്യാനാവസ്ഥയിലേക്ക് ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അത് പ്രാർത്ഥനയാവാം, ഏതാ ഒരു മിനിമം ഒരു 6 മിനിറ്റെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിന് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഡെയിലി ഒരു 5 ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഒരു ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ വരണം. അതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്പർ 4 ടൈപ്സ് ഓഫ് എക്സസൈസ്. 4 തരത്തിലുള്ള എക്സസൈസ് നമ്മുടെ സ്ട്രെങ്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, അതുപോലെ തന്നെ യോഗ, അതുപോലെ നമുക്ക് അറിയാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻ ചെയ്യുന്ന, കാർഡിയോ, പലതരത്തിലുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതുപോലുള്ള പലതരത്തിലുള്ള എക്സസൈസ് നമ്മുടെ ശരീരത്തിന് നമ്മളെ സ്ട്രെങ്തൻ കൊണ്ടുവരുന്ന 4 തരത്തിലുള്ള എക്സസൈസ് പെർ ഡേ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്പർ 3 വളരെ പ്രധാനമാണ്. നമ്മൾ 3 hour ഗ്യാപ്പ് അത്താഴത്തിന് ശേഷം നമുക്ക് ഉണ്ടാവണമെന്നാണ്. നമ്മളെ ഡിന്നറിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോകാവൂ എന്നുള്ളതാണ്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ 2 ടൈംസ് ഫുഡ്, 2 നേരം ഭക്ഷണം വളരെയധികം അനിവാര്യമാണ്. അതാണ് നമ്മുടെ ഒരു പർപ്പസ് ആണെങ്കിൽ ആ ഒരു പർപ്പസ് അനുസരിച്ചുള്ള ഒരു നല്ലൊരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. 2 നേരത്തെ ഭക്ഷണം അത് നന്നായി കഴിക്കുക. ഹെവി ഫുഡ് നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് ശരീരം തന്നെ വളരെ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ ഒരു 2 ടൈം ഫുഡ് ഒരു നല്ലൊരു ഹാബിറ്റാണ്. ഇത് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്പർ 1 എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും മിസ് ചെയ്ത് കളയുന്നൊരു സംഗതിയാണ്. 1 hour എന്ന് പറയുന്നത് ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഫാമിലിയോടൊപ്പം ഒരു ഡിവൈസ് ഇല്ലാതെ, സോഷ്യൽ മീഡിയ ഇല്ലാതെ അല്ലേ, അപ്പോൾ വളരെ അവരുമായി ചിലവഴിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത്തരത്തിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. ഈ പറയപ്പെടുന്ന 10 മാജിക്കൽ ഹാബിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. കാരണം ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ മാറ്റങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം രോഗങ്ങളുടെ ഇരിപ്പിടമായി മാറാതിരിക്കും. താങ്ക് യു.